മാറിയോസേ പിതാവിനോടുള്ള പ്രതിഷ്ഠ 11-ാം ദിവസം. സദ്ഗുണങ്ങളുടെ മാതൃകയായ മാറിയോസേപ്പിൽ വിളങ്ങിയിരുന്ന പുണ്യമായ ക്രിസ്തുവിൻ്റെ നിശബ്ദ സാക്ഷിയായി ജീവിച്ച മാറിയോസേ പിതാവിൻ്റെ വലിയ പുണ്യത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. 1 പത്രോസ് 2:12 നാം ഇങ്ങനെ വായിക്കുന്നു: വിജാതിയരുടെ ഇടയിൽ നിങ്ങളുടെ പെരുമാറ്റം മാന്യമായി സൂക്ഷിക്കുക. അങ്ങനെ അവർ നിങ്ങൾക്കെതിരെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കാണുകയും സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. മാറിയോസേപ്പ് ഒരിക്കലും സുവിശേഷങ്ങളിൽ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം ശക്തമായി സംസാരിക്കുന്നു. അവൻ്റെ നിശബ്ദത ശൂന്യമായിരുന്നില്ല എന്ന് നാം തിരിച്ചറിയുന്നു. അത് ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണവും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന ഒരു നിശബ്ദതയായിരുന്നു. തൻ്റെ പ്രവർത്തനങ്ങളെ തൻ്റെ വിശ്വാസത്തിൻ്റെ ഉച്ചത്തിലുള്ള വിളംബരമാക്കുവാൻ അനുവദിച്ചുകൊണ്ട് അദ്ദേഹം ശാന്തമായ ശക്തിയോടെ ജീവിച്ചു. അഭിപ്രായങ്ങളും വാദങ്ങളും നിരന്തരമായ സ്വയം പ്രമോഷനും നിറഞ്ഞ ശബ്ദാനമാനമായ ലോകത്ത് ശാന്തമായ സമഗ്രതയുടെ ജീവിതം വേറിട്ട് നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. നാം മാന്യമായി ജീവിക്കുമ്പോൾ, ദയയും സത്യസന്ധരും വിശ്വസ്തരും അനുകമ്പയും ഉള്ളവരായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതം വാക്കുകളിലൂടെ അല്ലാതെ പോലും ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സാക്ഷിയായി നാം മാറും. വാക്കുകൊണ്ട് എന്നതിനേക്കാൾ ഉപരിയായി ദയ കാണിക്കുമ്പോൾ, സത്യസന്ധരായി ജീവിക്കുമ്പോൾ, വിശ്വസ്തരായി ജീവിക്കുമ്പോൾ, അനുകമ്പയോടെ ജീവിക്കുമ്പോൾ, വാക്കുകൾക്കപ്പുറം ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സാക്ഷിയായി നാം മാറും. വായുകൊണ്ട് പ്രസംഗിക്കാനല്ല ദൈവം നമ്മെ എപ്പോഴും വിളിക്കുന്നത്, എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് അവനെ പ്രഘോഷിക്കുവാൻ നാം എപ്പോഴും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എപ്പോഴും നമ്മെ അവിടെ നിന്ന് വിളിക്കുന്നത് ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്താനായിട്ടാണ്. അതിന് നമുക്ക് മാറിയോസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. നിശബ്ദ സാക്ഷിയായിക്കൊണ്ട്, ഈശോയുടെ ഒരു നിശബ്ദ സാക്ഷിയായിക്കൊണ്ട് ഞങ്ങളെയും ജീവിക്കാൻ അനുവദിക്കണമേ, പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പെരുമാറ്റത്തിലൂടെ, തിരഞ്ഞെടുപ്പുകളിലൂടെ, അനുദിന ജീവിതത്തിലെ സ്നേഹത്തിലൂടെ, സേവനത്തിലൂടെ ക്രിസ്തു ആരാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നിശബ്ദ സാക്ഷിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പല ഗുണങ്ങളുണ്ട്. അതിലൊരു സമഗ്രതയുണ്ട്. ദൈവത്തിൻ്റെ സത്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു സമഗ്രത ഈ ഒരു നിശബ്ദ സാക്ഷിയിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രധാന ഗുണങ്ങളിൽ 2 വിനയമാണ്. ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്, നമ്മിലേക്കല്ല. ഒരു നിശബ്ദനായിരിക്കുമ്പോൾ നമ്മിലേക്ക് തന്നെ വിരൽ ചൂണ്ടാതെ ക്രിസ്തുവിലേക്ക് അവൻ വിരൽ ചൂണ്ടുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. ശബ്ദമുണ്ടാക്കുന്നവൻ, ന്യായീകരിക്കുന്നവൻ തൻ്റെ ഭാവം വിശുദ്ധീകരിക്കാൻ വേണ്ടി കിടന്ന് പ്രയത്നിക്കുകയാണല്ലോ. വിനയം ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിശ്വസ്തത എന്ന് പറയുന്നത് അംഗീകാരമില്ലാതെ പോലും ഭക്തിയിൽ സ്ഥിരത പുലർത്താൻ നമുക്ക് സാധിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലുമൊക്കെ നമ്മെ അംഗീകരിക്കുന്നു, നമ്മൾ ഭക്തരാണ്, ഭക്തപ്രവൃത്തികൾ ചെയ്യുന്നുവെന്ന് അംഗീകരിക്കാൻ വേണ്ടി, ലോകം അംഗീകരിക്കാൻ വേണ്ടി, കൂടെയുള്ളവർ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ ഭക്തി പ്രകടനങ്ങൾ കാണിക്കുന്നതിനേക്കാൾ, ആരും അംഗീകരിച്ചില്ലെങ്കിലും, ആരും കണ്ടില്ലെങ്കിൽ പോലും എൻ്റെ ഭക്തിയിൽ എനിക്കൊരു സ്ഥിരതയുണ്ടാവണം. അതിനാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അതാണ് മാറിയോസേപ്പിൽ വിളങ്ങിയിരുന്നത്. നമുക്കറിയാം, പിതാവായ ദൈവത്തോട് എപ്പോഴും ആ സ്വരം കേൾക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി എപ്പോഴും സന്നിഹിതനായിരുന്നു, അല്ലെങ്കിൽ സന്നദ്ധനായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് അവൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന് കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു പോകുവാൻ മാത്രമുള്ള ഒരു ബന്ധം മാറിയോസേപ്പും ദൈവവുമായിട്ടുണ്ടായിരുന്നു. അതൊരു വിശ്വസ്തതയുടെ അടയാളമാണ്. സൗമ്യതയുണ്ടായിരുന്നു. ദയയും ക്ഷമയും വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാനായിട്ട് അനുവദിക്കണം. ഞാൻ ദയുള്ളവനാണ്, ക്ഷമയുള്ളവനാണ്, മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവനാണെന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ദയയും ക്ഷമയും പ്രവൃത്തികൾ കൊണ്ട് സംസാരിക്കട്ടെ. ഇന്നൊരു സാഹചര്യത്തിൽ പരാതിയില്ലെങ്കിൽ തർക്കത്തിന് പകരം നിശബ്ദത തിരഞ്ഞെടുക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. പല വിധത്തിൽ നമുക്ക് തർക്കിക്കാൻ തോന്നും, ഒന്ന് നിശബ്ദമാകാം.
പ്രശംസയോ അംഗീകാരവും തേടാതെ നിശബ്ദമായൊരു നല്ല പ്രവൃത്തി ചെയ്യാനും നമുക്ക് തയ്യാറാവാം. ക്രിസ്തുവിനെക്കുറിച്ച് എൻ്റെ ജീവിതം മറ്റുള്ളവരോട് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ഞാൻ തന്നെ ചോദിക്കുക. മാർ യോസേപ്പ് ഈശോയുടെ ഒരു നിശബ്ദ സാക്ഷിയായി കൂടെ നടന്ന് വലിയൊരു സന്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. വാക്കുകളിലൂടെയല്ല, പ്രവൃത്തികളിലൂടെ. നമുക്കിന്ന് ചിന്തിക്കാം, എൻ്റെ ജീവിതം ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായിരിക്കട്ടെ. ശാന്തമായ പ്രവൃത്തികളിലൂടെയും സ്ഥിരതയുള്ള സ്വഭാവത്തിലൂടെയും ആത്മാർത്ഥമായ ഭക്തിയിലൂടെയും അങ്ങയുടെ സ്നേഹം പ്രതിഫലിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. മാർ യോസേപ്പ് പിതാവിനെ പോലെ വാക്കുകളാൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രതയിലേക്ക് ഒരു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവനായി ഞാൻ ജീവിക്കട്ടെ. എന്നെ കാണുന്നവൻ അങ്ങേ കാണുവാനായിട്ട് കാരണമായി തീരട്ടെ. വിശ്വാസ പ്രമാണം. സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ യോസേപ്പെ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന. ഈശോ മറിയം യോസേപ്പെ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ മറിയം യോസേപ്പെ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ മറിയം യോസേപ്പെ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. മഹത്വവാനായ മാർ യോസേപ്പെ, വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യോസേപ്പെ, ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ.
ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യോസേപ്പേ, ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. വിശുദ്ധ യൗസേപ്പിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധാതൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രൻ്റെ പാലകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുവിൻ്റെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ശക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ പിതാമഹനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ശക്തിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ പ്രത്യാശയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുകളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.